അസ്സലാമലൈക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു പുഡിങ്ങാണ്. ഇത് ബട്ടർ സ്കോച്ച് പുഡിങ്ങാണ്. ഇത് നമുക്ക് ബ്രെഡും വിപ്പിംഗ് ക്രീമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കണ ഒരു പുഡിങ്ങാണ്. ഇത് നോക്കാം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാനിതിന് വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ്, പിസ്ത, ബദാം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഒരു നല്ലൊരു ക്രഞ്ചിനെസ് നന്നായിട്ട് കിട്ടും നട്ട്സിന്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇനി നമ്മളെടുത്ത് വെച്ചേക്കുന്ന നട്ട്സൊക്കെ ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്, ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. വറുത്തെടുക്കാനല്ല, ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നട്ട്സ് പെട്ടെന്ന് കരിയുകയും ചെയ്യും, ഉള്ളിൽ ഒന്ന് ചൂടായി കിട്ടുകയുമില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നല്ല ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്യാം. ഇനി നമുക്ക് ആ സെയിം പാനിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്യുമ്പോൾ ആ പാനിൽ ഒട്ടും വെള്ളം ഉണ്ടാവരുത്. വെള്ളം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാരമലൈസ് ചെയ്യണത് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കാരമലൈസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നത് ഒരു കറുത്ത കളറുമാകും, ആ ഒരു ടേസ്റ്റ് കിട്ടുകയില്ല, പെട്ടെന്ന് കരിഞ്ഞും പോകും. ഇപ്പം പഞ്ചസാര ചെറുതായിട്ട് കളറൊക്കെ ചേഞ്ചായിട്ട് ഇപ്പം പഞ്ചസാര ചെറുതായിട്ട് കളറൊക്കെ ചേഞ്ച് ആവുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് തോന്നും ഇത് ഭയങ്കര തിക്കായിട്ട് കട്ട പിടിക്കണ പോലെ. അത് പേടിക്കേണ്ട, പഞ്ചസാര ഒന്ന് ചൂടാകുമ്പോൾ അത് മെൽറ്റായിക്കോളും. ഇപ്പം ഇത് സൈഡിൽ നിന്ന് മെൽറ്റായിട്ട് വരുന്നുണ്ട്. എപ്പോഴും ഇത് ചെയ്യണത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഉരുകി നല്ലൊരു ചെറിയൊരു ബ്രൗൺ കളറ്, ഒരു ഹണിയുടെ ഒക്കെ ഒരു കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ബേക്കിംഗ് സോഡ ഇടുമ്പോൾ ഈ മിക്സ് നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടും. നല്ലൊരു നല്ലൊരു ഡാർക്ക് ബ്രൗൺ ആയിരുന്നില്ല, അതൊന്ന് ലൈറ്റ് കളറാവുകയും ചെയ്യും, നല്ലൊരു ഗോൾഡൻ കളറായി മാറും. പിന്നെ അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടൊന്ന് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കണ നട്ട്സില്ലേ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബാക്കിയുള്ള മിക്സിലേക്ക് നമുക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. പാല് ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് കട്ടായിട്ട് തോന്നും, പക്ഷേ ഇത് ചൂടായി കഴിയുമ്പോൾ അത് മെൽറ്റായിക്കോളും കേട്ടോ. കുറച്ച് സമയം എടുക്കും അത് മെൽറ്റാവാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് പാലിന് പകരമായിട്ട് ഹെവി ക്രീമും ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും. എൻ്റെ അടുത്ത് ക്രീം ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പകരം പാല് ചേർക്കണത്. ഇത് നല്ല കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുക്കണം, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. മിക്സിയുടെ ജാറിലിട്ടിട്ടോ അതല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കവറിൻ്റെ ഉള്ളിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോളിംഗ് പിൻ വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇതുപോലെ പൊടിച്ച് കിട്ടും.
1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എടുത്തേക്കണത് നോൺ ഡയറിയാണ് എടുത്തേക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ ഡയറി അല്ലാത്ത സാധാ ഡയറി വിപ്പിംഗ് ക്രീമും ഇതിനായിട്ട് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കിയേക്കണ ബട്ടർ സ്കോച്ച് മിൽക്കില്ലേ, ബട്ടർ സ്കോച്ചിൽ നിന്ന് കുറച്ച് ഒരു 1/4 ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അതല്ല വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു ടേസ്റ്റ് മാത്രം ഇഷ്ടമാണെങ്കിൽ, ആ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണ്ട. ഇത് ഒരു ബട്ടർ സ്കോച്ച് പുഡിംഗ് അല്ല, അപ്പോൾ നമ്മൾക്ക് ആ ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ അടുത്ത് ബട്ടർ സ്കോച്ച് എസൻസ് ഉണ്ടെങ്കിൽ അതും വേണമെങ്കിൽ ഈ സമയത്ത് ഒരു ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുക. ചെയ്യാനുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾക്ക് കുറച്ച് ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയേക്കണ ബട്ടർ സ്കോച്ച് മിക്സിലേക്ക് ആ ബ്രെഡൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെച്ചെടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കണ നട്ട്സ് ഇട്ട് കൊടുക്കുക. പിന്നെ വീണ്ടും വിപ്പിംഗ് ക്രീം അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കണ നട്ട്സ് മുകളിൽ വിതറിയിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 4 മണിക്കൂർ 4 തൊട്ട് 5 മണിക്കൂർ അതെല്ലാം ഓവർനൈറ്റ് ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ പുഡിംഗ് കൂടെ സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇത് മുറിച്ച് വെക്കാം. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പം നിങ്ങളും ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാലാണ് കൂടുതൽ നല്ലത്. നമുക്ക് ഗസ്റ്റൊക്കെ വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം എടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയണ ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും.